നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പുകടിയേറ്റു മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ മൃതദേഹം ഇന്നലെ കോടാലിക്കടുത്ത് കടമ്പോട് കാവുങ്ങൽ വീട്ടിലെത്തിച്ചപ്പോൾ അവിടെ കൂടി നിന്നവരുടെ എല്ലാവരുടെയും മുഖത്ത് കരച്ചിൽ മാത്രമായിരുന്നു. അവിടെ ചുറ്റും കൂടി നിന്നവർക്കൊന്നും തന്നെ ആ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അവരുടെ ബന്ധുക്കളെയും ഒന്നും തന്നെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. ഇതിലേറ്റവും സങ്കടകരം എന്ന് പറയുന്നത് ആ അമ്മ പറഞ്ഞ് കരയുന്ന ചില കാര്യങ്ങളായിരുന്നു. അറിഞ്ഞില്ലല്ലോ മോനെ, നിന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞായിരുന്നു ആ അമ്മയുടെ കരച്ചിൽ. അറിഞ്ഞെങ്കിൽ രക്ഷിച്ചേനെ മോനെ എന്നും ആ അമ്മ കരയുന്നുണ്ട്. ഈ കുഞ്ഞിനെ പാമ്പാണ് കടിച്ചതെന്ന് അറിയാതെയാണ് അവർ ആശുപത്രിയിലേക്കെല്ലാം തന്നെ എടുത്തുപോയത്. എല്ലാവരും കൂടി ഉറങ്ങാൻ കിടന്നപ്പോൾ ആദ്യം ഈ മകൻ അസ്വസ്ഥത തോന്നി എണീറ്റിരുന്നു. അപ്പോഴും ഇത്തരത്തിലൊരു പാമ്പ് കടിയേറ്റുള്ള ബുദ്ധിമുട്ടാണ് തൻ്റെ കുഞ്ഞ് അനുഭവിക്കുന്നതെന്ന് ആ അച്ഛനും അമ്മയും അറിഞ്ഞില്ല. വീണ്ടും കിടന്നു. പിന്നീട് പുലർച്ചെയായപ്പോഴാണ് ആൽജോയുടെ അവസ്ഥ വളരെ മോശമായത്. ആശുപത്രിയിൽ എത്തുമ്പോഴാണ് അറിയുന്നത് പാമ്പ് കടി ഏറ്റിട്ടുണ്ടായിരുന്നു. ആ അസ്വസ്ഥതയായിരുന്നു ആ കുഞ്ഞ് കാണിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ആദ്യമേ ഉണർന്നപ്പോൾ പാമ്പ് കടിച്ചതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊന്ന് ചുറ്റുമൊന്ന് പരിശോധിക്കാൻ അവർക്ക് ആ സമയത്തൊന്ന് തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതുതന്നെയായിരുന്നു ആ അമ്മയുടെ കരച്ചിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പാമ്പാണ് മോനെ കടിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞെങ്കിൽ നിന്നെ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ പൊട്ടിക്കരയുന്ന ആ ഒരു കരച്ചിൽ അത് കേട്ടു നിന്നവർക്കെല്ലാം തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മ ജോൺസിയാണ് ഇത്തരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ആൽജോയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. കുഞ്ഞുമോൻ്റെ കവിളിൽ ഇടയ്ക്കിടെ തലോടിക്കൊണ്ട് ആകെ തകർന്ന നിലയിൽ അച്ഛൻ സിൽജോയും ഉണ്ടായിരുന്നു. കുഞ്ഞനിയൻ വിട്ടുപിരിഞ്ഞത് താങ്ങാനാകാതെ ചേച്ചി ഏഞ്ചലിൻ്റെ സങ്കടവും കണ്ടു നിന്നവരുടെ കണ്ണ് നനയിക്കുന്നതായിരുന്നു. ഇതിനിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സഹോദരൻ അനൂഷിനെ അവസാനമായി അനിയനെ കാണാൻ വീഡിയോ കോൾ എത്തി. അവസാനമായി ഒന്ന് കാണാനായില്ലല്ലോ, ചേട്ടൻ വരുമ്പോൾ എന്ത് പറയുമെന്ന് ചോദിച്ചുകൊണ്ട് വീട്ടുകാർ വിതുമ്പി. ആ കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ അല്പം പുരോഗതിയുണ്ട് എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ആ മകനെയെങ്കിലും ഒരു പക്ഷേ ദൈവം അവർക്ക് തിരിച്ചു കൊടുക്കട്ടെ, സുഖം പ്രാപിച്ച മകൻ വരട്ടെ എന്ന് തന്നെയാണ് കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ജോൺസിയുടെ വിദേശത്തുള്ള സഹോദരനും എത്തിയിരുന്നു. അച്ഛൻ സിൽജോ പുറത്തിറങ്ങുമ്പോഴെല്ലാം ഈ 2 മക്കളും കൂടെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം ആൽജോയും പരിചിതനാണ്. അതുകൊണ്ട് തന്നെ യാത്രാമൊഴിയേകാൻ ഒരു നാട് മുഴുവനാണ് അവിടെ ഒഴുകിയെത്തിയത്. സംസ്കാര ചടങ്ങിനിടെയും പിതാവ് സിൽജോ തളർന്നു വീണു. ചടങ്ങുകൾക്ക് ശേഷം 3 മണിയോടെയാണ് മൃതദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. തുടർന്ന് കൊടുങ്ങ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. കടമ്പോട് സ്കൂളിൽ കൂടെ പഠിക്കുന്ന സഹപാഠികളും ആൽജോയ്ക്ക് അന്ത്യയാത്രയേകാൻ എത്തിയിരുന്നു. സ്കൂളിൽ 2ാം ക്ലാസ്സിൽ ആകെ ഒരു ഡിവിഷനാണുള്ളത്, അതിൽ 6 കുട്ടികൾ മാത്രം. അതുകൊണ്ട് തന്നെ എല്ലാവരും അടുത്ത കൂട്ടുകാരാണ്. ആൽജോയെക്കുറിച്ച് പറയാൻ തുടങ്ങിയ അധ്യാപകർക്കും സങ്കടത്താൽ വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. ആ 6 കൂട്ടുകാർ ഇനി സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, തങ്ങളോട് ചിരിച്ച് കളിച്ചും വഴക്കുകൂടിയും ഒക്കെ തന്നെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആ കുഞ്ഞു സുഹൃത്ത് കൂടെ ഉണ്ടാകില്ല എന്നുള്ളതും ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും ഒരിക്കലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അവസ്ഥയുമല്ല. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച സമയത്ത് മറ്റൊരു പാമ്പിനെ കൂടി കണ്ടെത്തിയതും ഏറെ ഞെട്ടലുണ്ടാക്കുകയാണ്. കാരണം ആ വീടിൻ്റെ അതേ മുറ്റത്ത് കിടപ്പുമുറിയോട് ചേർന്നാണ് ഇന്നലെയും പാമ്പിനെ കണ്ടെത്തിയത്. ഇത് ടൈലുകൾക്കിടയിലേക്ക് പോയെങ്കിലും മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് വന്നു. നാടിനെ കണ്ണീരണിയിച്ച അന്ത്യയാത്രക്കിടയിലും ചികിത്സയിൽ കഴിയുന്ന സഹോദരൻ അനൂഷിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന വാർത്ത ആശ്വാസമായി. രാവിലെ അൽജോയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ജന്മനാട്ടിലെത്തിയപ്പോൾ നാടാകെ അൽജോയുടെ സ്മരണയിൽ തേങ്ങി. ഇളയ മകൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട അച്ഛൻ സിൽജോയും അമ്മ ജോൺസിയും സങ്കടമടക്കാനാവാതെ വാവിട്ട് കരഞ്ഞു. സംസ്കാരത്തിന് ശേഷം വനവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി. വീട്ടുപറമ്പിലെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. വനത്തോട് ചേർന്നുള്ള പ്രദേശത്തെ വീട്ടിൽ ഞായർ പുലർച്ചെ 2 മണിയോടെ വയറുവേദനയും അസ്വസ്ഥതകളുമായി ഉണർന്ന അൽജോയെയും അനൂഷിനെയും രാവിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പാമ്പ് കടിയേറ്റതാകാമെന്ന് ഡോക്ടർ സംശയം പ്രകടിപ്പിക്കുകയും വീട്ടിലെ തിരച്ചിലിൽ പാമ്പിനെ കണ്ടെത്തുകയുമായിരുന്നു. കറുകുറ്റി അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അനൂഷിൻ്റെ ആരോഗ്യനില ഇന്നലെ ഉച്ചയോടെ പുരോഗതിയുണ്ട്. ഏതായാലും ഒരാൾക്കും ഒരച്ഛനും അമ്മയ്ക്കും ഇത്തരത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളെ ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ കാണേണ്ട ഒരു അവസ്ഥ
അത് ആർക്കും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ ചൂട് കഠിനമായതോടെ പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വർദ്ധിക്കുന്നുണ്ട്. കിളിമാനൂരിൽ പാമ്പ് കടിയേറ്റ വീട്ടമ്മ മരിച്ചതാണ് ഒടുവിലത്തെ ദാരുണ സംഭവം. പുളിമാത്ത് സ്വദേശിനി സുധർമ്മയെ വീടിന് സമീപത്തെ കിണറിനടുത്ത് വെച്ചാണ് അത്യുഗ്ര വിഷമുള്ള പാമ്പ് കടിച്ചത്. നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും സുധർമ്മ കുഴഞ്ഞു വീണിരുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 19 പേരാണ് പാമ്പ് കടിയേറ്റു മരിച്ചത്. കടുത്ത ചൂടിൽ തണുപ്പ് തേടി പാമ്പുകൾ വീടിനുള്ളിലേക്കും പരിസരങ്ങളിലേക്കും എത്തുന്നതാണ് അപകടങ്ങൾ കൂടാൻ കാരണം. കൃത്യമായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുന്നതുമാണ് പലപ്പോഴും മരണത്തിന് കാരണമാകുന്നത്. പാമ്പ് കടിയേറ്റാൽ ഉടൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും അത് ശ്രദ്ധയോടുകൂടി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. വിശ്രമമാണ് പ്രധാനം. കടിയേറ്റ വ്യക്തിയെ ഒരിടത്ത് ശാന്തമായി ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യുക. ശരീരത്തിൻ്റെ അനക്കം കുറയ്ക്കുന്നത് വിഷം രക്തത്തിൽ പടരുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കും. മുറിവ് വൃത്തിയാക്കുക. കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് പതുക്കെ കഴുകാം. മുറിവേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ നിരപ്പിനേക്കാൾ താഴെയായി വയ്ക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് ആഭരണങ്ങൾ മാറ്റുക. വീക്കം വരാൻ സാധ്യതയുള്ളതിനാൽ കടിയേറ്റ കൈകാലുകളിലെ മോതിരം, വള, വാച്ച് തുടങ്ങിയവ ഉടൻ നീക്കം ചെയ്യണം. ആശുപത്രിയിൽ എത്തിക്കുക. ഒട്ടും വൈകാതെ ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ വലിയ സ്വകാര്യ ആശുപത്രിയിലോ എത്തിക്കുക. പിന്നെ ചില കാര്യങ്ങളുണ്ട്, ഇതൊരിക്കലും ചെയ്യരുത്. മുറിവ് കീറരുത്. വിഷം കളയാൻ മുറിവ് കീറാനോ വായ കൊണ്ട് രക്തം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. ഇത് അണുബാധയ്ക്കും രക്തസ്രാവത്തിനും കാരണമാകും. മുറുക്കി കെട്ടരുത്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കയറോ തുണിയോ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കെട്ടുന്നത് രക്തയോട്ടം നിലച്ച് ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥയുണ്ടാക്കാം. നാട്ടു ചികിത്സ ഒഴിവാക്കുക. അതായത് ഈ മന്ത്രവാദം, പച്ചമരുന്ന് ചികിത്സ തുടങ്ങിയവയ്ക്കായിട്ട് സമയം പാഴാക്കുന്നതും മരണത്തിന് തുല്യമാണ്. വീടും പരിസരവും കാട് പിടിക്കാതെ വൃത്തിയായി സൂക്ഷിക്കുക. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങരുത്. വിറക് പുരകൾ, കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ അണലി, മൂർഖൻ, വെള്ളിക്കെട്ടൻ തുടങ്ങിയ വിഷപ്പാമ്പുകൾക്കെതിരെയുള്ള ചികിത്സ ഇന്ന് എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്. വീടിനകവും നല്ലപോലെ പരിശോധിക്കണം. ഉറങ്ങുന്നതിന് മുമ്പ് ബെഡ്ഷീറ്റും തലയിണയും നന്നായി കുടയണം. കട്ടിലടിയിലും മുറികളിലെ മൂലകളും പരിശോധിക്കണം. ജനലുകളിലേക്കും ചുമരുകളിലേക്കും ചെടികൾ പടർന്നു കയറാൻ അനുവദിക്കരുത്. വൈകിട്ടോടെ ജനലുകളും വാതിലുകളും അടച്ചിടണം. ചെരുപ്പുകളും ഷൂസുകളും ധരിക്കുന്നത് മുമ്പ് നന്നായി കുടയണം. കുട്ടികൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ചെരുപ്പോ ഷൂവോ ധരിക്കണം. വയനാട് മാനന്തവാടിയിലെ വീട്ടുവളപ്പിൽ നിന്ന് മൂർഖൻ പാമ്പിനെയും 25 കുഞ്ഞുങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. ചൂട് കലക്കുന്നതാണ് വീട്ടുവളപ്പിലേക്കും വീടുകൾക്കുള്ളിലേക്കും പാമ്പ് വരാൻ കാരണം. തണുപ്പുള്ള ഇടം തേടി പാമ്പുകൾ എത്തും. പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കടുത്ത ജാഗ്രത പാലിക്കണമെന്നാണ് വനം വകുപ്പിൻ്റെ നിർദ്ദേശം. പാമ്പിൻ്റെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും തുറന്നു കിടക്കുന്ന വീടുകളും മറ്റും ആണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപും അല്ലെങ്കിൽ ഇടയ്ക്കിടെ വീടിൻ്റെ അകമൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഓരോ മുക്കും മൂലയും പരിശോധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ചൂട് കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തണുപ്പുള്ള ഇടങ്ങൾ തേടി ഇത്തരത്തിലുള്ള പാമ്പും മറ്റും മുട്ടയിടാനും മറ്റും എത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ്.